प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠവുമായിട്ടാണ്. പൽത്തെ റിസ്തെ എന്നാണ് 2ാമത്തെ യൂണിറ്റിന്റെ പേര്. വളരുന്ന ബന്ധങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അതിലെ 1ാമത്തെ പാഠം ഒരു ചെറിയ കഥയാണ്. ഹാച്ചി കി കഹാനി എന്നാണ് ആ കഥയുടെ പേര്. ഗീത് ചതുർവേദി എന്ന് പറയുന്ന ആളാണ് കഥ എഴുതിയിരിക്കുന്നത്. നമുക്കാദ്യം ഗീത് ചതുർവേദിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പാഠത്തിലേക്ക് വരാം. പേജ് നമ്പർ 34 അദ്ദേഹത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ഗീത് ചതുർവേദി. गीत चतुर्वेदी का जन्म 27 नवंबर 1977 को मुंबई में हुआ. आप हिंदी के कवि, कथाकार और अनुवादक हैं. आलाप में गिरह, न्यूनतम में, खुशियों के गुप्तचर आदि आपके कविता संकलन है. कविता के लिए भारत भूषण सम्मान प्राप्त हुआ. कथा रचना के लिए कृष्ण प्रताप सम्मान, कृष्ण बलदेव फेलोशिप, सैयद हैदर रजा फेलोशिप आदि प्राप्त हुए. आशയം കൂടെ പറയാം. गीत चतुर्वेदी का जन्म 27 नवंबर 1977 को मुंबई में हुआ. അദ്ദേഹം ജനിച്ചത് 1977 നവംബർ 27-ാം തീയതി മുംബൈയിൽ ആണ്. आप हिंदी के कवि, कथाकार और अनुवादक है. ഇതിലെ കവിയാണ്, കഥാകാരനാണ്, ഒപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളും കൂടെയാണ്. മറ്റു ഭാഷകളിലുള്ള കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളും കൂടെയാണ് അദ്ദേഹം. ആലാപമേ ഗിർഹ്, ന്യൂനതം മേം, ഖുഷിയോ കെ ഗുപ്തചർ ആദി ആപ്കെ കവിതാ സങ്കലൻ ഹെ. അദ്ദേഹത്തിന്റെ 3 കവിതാ സങ്കലനങ്ങളുടെ പേരാണ് ആലാപമേ ഗിർഹ്, ന്യൂനതം മേം, खुशियों के गुप्तचर. കവിത के लिए भारत भूषण सम्मान प्राप्त हुआ. അദ്ദേഹത്തിന് കവിതയ്ക്ക് ഭാരത് ഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കഥാരചന के लिए कृष्ण प्रताप सम्मान, कृष्ण बलदेव फेलोशिप, सैयद हैदर रजा फेलोशिप ആദി പ്രാപ്ത हुए. കഥാരചനയ്ക്ക് കിട്ടിയിരിക്കുന്ന അവാർഡുകളും ഫെലോഷിപ്പുകളുമാണ് കൃഷ്ണപ്രതാപ് സമ്മാൻ, കൃഷ്ണ ബൽദേവ് ഫെലോഷിപ്പ്, സയ്യദ് ഹൈദർ രസ ഫെലോഷിപ്പ് എന്നിവ. ഇതാണ് ഗീത് ചതുർവേദിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠം ഹാച്ചി കി കഹാനി എന്ന കഥയിലേക്ക് വരാം. കഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറയാം. ഹാച്ചി എന്ന് പറയുന്നത് ഒരു നായയുടെ പേരാണ്. ഉടമസ്ഥനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു നായയുടെ കഥയാണ് ഹാച്ചി കി കഹാനി. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. 1923 का समय. जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर यूएनओ को कुत्ते का एक पिल्ला मिलता है. अकीता नस्ल का एक शानदार पिल्ला जिसके गले पर पट्टा बंधा है. उस पर लिखा है हाची. जापानी भाषा में हाची का अर्थ होता है आठ. वो अंग जिसे पूरा जापान बहुत सौभाग्यशाली मानता है. लेकिन पिल्ला ऐसी मजबूर हालत में था कि लगे भाग्य का मारा है. നമുക്ക് ആശയത്തിലേക്ക് വരാം. 1923 നടന്ന ഒരു സംഭവമായിട്ടാണ് ഈ കഥയെ ഗീത് ചതുർവേദി പറഞ്ഞിരിക്കുന്നത്. जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर यूएनए को कुत्ते का एक पिल्ला मिलता है. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയില് റോഡിൽ കൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്ന പ്രൊഫസർ യുഎനോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു നായയുടെ കുട്ടിയെ കിട്ടുകയാണ്. നായക്കുട്ടിയെ കിട്ടുകയാണ്. കുത്തേക്ക പില്ല. പില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞ് നായക്കുട്ടി
ടഹൽന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉലാത്തുക എന്നാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനാണ്. പ്രൊഫസർ ഒരുപക്ഷെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതായിരിക്കാം. അദ്ദേഹത്തിന്റെ പേരാണ് യുവേനോ. അപ്പൊ യുവേനോ എന്ന് പറയുന്ന പ്രൊഫസർക്ക് അദ്ദേഹം വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ ടോക്കിയോയിൽ നിന്ന് ഒരു നായക്കുട്ടിയെ കിട്ടുന്നു. അഗീത്ത നസ്ലക്ക എക് ഷാൻദാർ പില്ല ജിസ്കെ ഗലെ പർ പട്ട ബന്ധാ ഹെ. ആ നായക്കുട്ടിയുടെ പ്രത്യേകത എന്താണ്? അഗീത്ത നസ്ലക്ക എക് ഷാൻദാർ പില്ല. അഗീത്ത എന്ന് പറയുന്നത് നായയുടെ ഒരു ഇനമാണ്. പൊമറേനിയൻ എന്നൊക്കെ പറയല്ലേ, എന്ന് പറയുന്നത് പോലെ ഒരു നായയുടെ, ജപ്പാനിലുള്ള നായയുടെ ഒരു ഇനമാണ് അഗീത്ത. വളരെ ഉയരത്തിൽ വളരുന്ന നായ്ക്കളാണ്. നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല ശക്തിയുള്ളവയും നല്ല ബുദ്ധിയുള്ളവയാണ് ഈ നായ്ക്കള്. അപ്പൊ അങ്ങനെ ആ ഇനത്തിൽപ്പെട്ട ഒരു നായക്കുട്ടിയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ശാന്താർ പില്ല. ശാന്ത എന്ന് പറഞ്ഞാൽ നല്ല അഴകുള്ള ഒരു നായക്കുട്ടിയായിരുന്നു അത്. ജിസ്കെ ഗലേപ്പർ പട്ട ബന്ധാഹെ. അതിന്റെ കഴുത്തില് ഒരു ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. പട്ട എന്ന് പറഞ്ഞാൽ ബെൽറ്റ്, ബാന്ധന എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നാണ്. ഉസ് പർ ലിഖാ ഹെ ഹാച്ചി. ആ ബെൽറ്റിൽ പേരും എഴുതിയിട്ടുണ്ട്. എന്താണ് ആ നായക്കുട്ടിയുടെ പേരായിട്ട് എഴുതിയിരിക്കുന്നത്? ഹാച്ചി എന്നാണ് എഴുതിയിരിക്കുന്നത്. ജാപ്പാനി ഭാഷാമേ ഹാച്ചി കാ അർത്ഥ ഹോത്താ ഹെ ആട്ട്. ജപ്പാൻ ഭാഷയിൽ ഹാച്ചി എന്ന വാക്കിന്റെ അർത്ഥം 8 എന്നാണ്. ഓ അങ്ക് ജിസെ പൂരാ ജപ്പാൻ ബഹുത് സൗഭാഗ്യശാലി മാനതാ ഹെ. 8ന്റെ പ്രത്യേകത എന്താണ്? ജപ്പാൻകാർ മുഴുവൻ വളരെ സൗഭാഗ്യം തരുന്ന നമ്പറായിട്ടാണ് 8നെ കരുതുന്നത്. ഓ അങ്ക് ജിസെ പൂരാ ജാപ്പാൻ ബഹുത് സൗഭാഗ്യശാലി മാനതാ ഹെ. ജപ്പാൻ മുഴുവൻ 8നെ ഭാഗ്യത്തിന്റെ നമ്പറായിട്ടാണ് കരുതുന്നത്. ലേക്കിൻ പില്ല ഐസി മസ്ബൂർ ഹാലത് മേ ഥാ കി ലഗെ ഭാഗ്യ കാ മാരാ ഹെ. പക്ഷേ ഈ നായ്ക്കുട്ടി ഇങ്ങനെയുള്ള ഒരു വളരെ നിസ്സഹായ അവസ്ഥയിലാണ്. ഐസി മസ്ബൂർ ഹാലത്ത് മേൻ. മസ്ബൂർ എന്ന് പറഞ്ഞാൽ വിവശ എന്ന് പറഞ്ഞാൽ നിസ്സഹായ എന്നാണ്. നിസ്സഹായ അവസ്ഥയിലാണ്. ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ. കി ലഗെ ഭാഗ്യ കാ മാരാ ഹെ. 8 എന്ന് പറയുന്ന ഭാഗ്യത്തിന്റെ ചിഹ്നമാണ് എന്ന് പറയുന്നു അല്ലെ. പക്ഷെ നായ്ക്കുട്ടിക്ക് ഹാച്ചി എന്നാണ് പേരിട്ടിരിക്കുന്നതെങ്കിലും കണ്ടാല് ഇവനൊരു വളരെ ഭാഗ്യമില്ലാത്തവനാണെന്ന് തോന്നും. കാരണം അവന്റെ അവസ്ഥ അത്രയും നിസ്സഹായ അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഉടമസ്ഥൻ നഷ്ടപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഉടമസ്ഥനെ ഉപേക്ഷിച്ച് അതിന് തീറ്റയൊന്നും കിട്ടാതെ കുറെ ദിവസമായിട്ട് വിശന്നലഞ്ഞ് വളരെ അവശതയിൽ കഴിയുന്ന ഒരു നായ്ക്കുട്ടിയായിരുന്നു അത്. അതുകൊണ്ടാണ് കഥാകാരൻ ഇങ്ങനെ പറയുന്നത് ഭാഗ്യക്ക മാരാഹെ. ഭാഗ്യക്ക മാര എന്ന് പറഞ്ഞാൽ ഭാഗ്യഹീൻ എന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ലാത്തവൻ ആണെന്ന് തോന്നുന്നു. ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നു. പില്ലേക്കോ ഭാഗ്യക്ക മാര ക്യോം കഹാഗയാഹെ. എന്തുകൊണ്ടാണ് നായ്ക്കുട്ടിയെ ഭാഗ്യഹീനൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് കാര്യം മനസ്സിലായിക്കണമല്ലോ. ഒരുപക്ഷെ അതിന്റെ ഉടമസ്ഥൻ അതിനെ ഉപേക്ഷിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഉടമസ്ഥൻ അതിനെ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. എന്തായാലും ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ് നായ്ക്കുട്ടിയെ പ്രൊഫസർ കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ഭാഗ്യക്ക മാര എന്ന് ഇവിടെ നായ്ക്കുട്ടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചോദ്യോത്തരങ്ങൾ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് തരുന്നതായിരിക്കും. ഇനി നോക്കൂ, ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. പ്രൊഫസർ ആ നായ്ക്കുട്ടിയെ കൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫസറിനെ തൈ കിയാക്കി മേ ഇസ് കുത്തേ കെ മാലിക് കോ ഖോജൂംഗാ. जब तक वो नहीं मिलेगा यह मेरे साथ ही रहेगा. उसे साथ लेकर वो रोज उसके मालिक को खोजने निकलते, लेकिन वो कहीं नहीं मिला. रोज के इस संग साथ के कारण दोनों में ऐसा लगाव बन गया था कि हाची अब उन्हीं को अपना मालिक मानने लगा. प्रोफेसर की पत्नी को शुरू में हाची पसंद नहीं आया, लेकिन उसकी सुंदरता और प्रोफेसर के प्रति उसके स्नेह ने उनका दिल पिघल दिया. ആശയത്തിലേക്ക് വരാം. പ്രൊഫസറിനെ തൈ കിയാക്കി മേ ഇസ് കുത്തേക്ക് മാലിക് കോ ഖോജൂംഗ. പ്രൊഫസർ ഒരു തീരുമാനമെടുത്തു. എന്താണ്? ഞാൻ ഈ നായ്ക്കുട്ടിയുടെ ഉടമസ്ഥനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഖോജന എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നാണ്. തൈ കർണ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. ജബ് തക് വഹ് നഹീ മിലേഗാ യഹ് മേരെ സാത്ത് ഹി രഹേഗാ. അയാളെ കണ്ടെത്തുന്നിടം വരെ ഈ നായ്ക്കുട്ടി എന്റെ കൂടെ തന്നെ കഴിയും. മേരെ സാത്ത് ഹി രഹേഗ, എന്റെ കൂടെ തന്നെ കഴിയും. ഉസെ സാത്ത് ലേക്കർ ഓ രോജ് ഉസ്കെ മാലിക് കോ ഖോജനെ നികൽത്തെ. ഇതിനുശേഷം പ്രൊഫസർ എന്താ ചെയ്തത്? എന്നും വൈകുന്നേരം അദ്ദേഹം പതിവ് പോലെ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹാച്ചിയെ കൂടെ കൂട്ടും. എന്നിട്ടോ ഓ രോജ് ഉസ്കെ മാലിക് കോ ഖോജനെ നികൽത്തെ. ഈ നായ്ക്കുട്ടിയുടെ ഉടമസ്ഥനെ അന്വേഷിക്കാനായിട്ടാണ് പ്രൊഫസർ ഇപ്പോൾ എല്ലാ ദിവസവും പോകുന്നത്. ഈ നായ്ക്കുട്ടിയെയും കൂട്ടി എന്നും വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. ലേക്കിൻ വോ കഹി നഹി മില. പക്ഷെ കുറെ ദിവസങ്ങൾ ഇങ്ങനെ നടന്നിട്ടും ഒരിടത്തും അവനെ കണ്ടെത്തിയില്ല. ഇവിടെ ഓ എന്ന് പറയുന്നത് ആരാണോ ആ നായ്ക്കുട്ടിയെ ഉപേക്ഷിച്ചത് ആ ഉടമസ്ഥനെയാണ് ഇവിടെ ഓ എന്ന് പറയുന്നത്.
वो कहीं नहीं मिला ഒരിടത്തും അയാളെ കണ്ടെത്തിയില്ല रोज के इस संग साथ के कारण दोनों में ऐसा लगाव बन गया कि हाची अब उन्हीं को अपना मालिक मानने लगा വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിവസവുമുള്ള ഈ അടുപ്പം കാരണം സംഘസാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ കൊണ്ടുപോകുന്ന അവസ്ഥയ്ക്കാണ് സംഘസാത്ത് എന്ന് പറഞ്ഞാൽ സംഘസാത്ത് കൂടെ കൊണ്ടുപോകുന്ന അവസ്ഥ അപ്പൊ ദിവസം ഇങ്ങനെ കൂടെ പോയി കൂടെ പോകുന്നത് കാരണം കൊണ്ട് എന്ത് സംഭവിച്ചു ദോനോമേം ഐസ ലഗാവ് ബൻഗയ രണ്ടുപേരും തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായി ഹാച്ചി അബ് ഉനീങ്കോ അപ്ന മാലിക് മാനനെ ലഗ അതായത് ഇപ്പോൾ ഹാച്ചി പ്രൊഫസറിനെ തന്നെ അവന്റെ ഉടമസ്ഥനായി കരുതാൻ തുടങ്ങി നേരത്തെ ഉള്ള ഉടമസ്ഥന്റെ കാര്യമൊക്കെ ഹാച്ചി മറന്നുപോയി പ്രൊഫസറുമായിട്ട് അത്രയ്ക്കും അടുപ്പമായി അപ്പൊ ഇപ്പൊ പ്രൊഫസറിനെയാണ് ഹാച്ചി അവന്റെ ഉടമസ്ഥനായിട്ട് കരുതുന്നത് പ്രൊഫസർ കി പത്നിക്കോ ശുരുമേ ഹാച്ചി പസന്ദ് നഹി ആയ പ്രൊഫസറിന്റെ പത്നിക്ക് തുടക്കത്തിലൊന്നും ഹാച്ചിയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ലേക്കിൻ ഉസ്കി സുന്ദർത അവർ പ്രൊഫസർ കെ പ്രതി ഉസ്കെ സ്നേഹിനെ ഉൻക ദിൽ പിഘൽ ഗയ പക്ഷെ ഹാച്ചി വളരെ നല്ല സൗന്ദര്യമുള്ള ഒരു നായായിരുന്നു അല്ല സുന്ദരനായിരുന്നു അപ്പൊ ആ സൗന്ദര്യം കണ്ടിട്ടും അതുപോലെ പ്രൊഫസറിനോടുള്ള അവന്റെ സ്നേഹം കണ്ടും ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു ഉൻക ദിൽ പിഘൽ ഗയ അവളുടെ ഹൃദയം അലിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ എന്താണ് അവളുടെ മനസ്സിലും ഈ നായ്ക്കുട്ടിയോട് ദയ തോന്നാൻ തുടങ്ങി ഇനി ഇവനെ കളയണ്ട ഉടമസ്ഥനില്ലെങ്കിലും ഇതിനെ വെറുതെ ഉപേക്ഷിക്കണ്ട നമുക്ക് തന്നെ വളർത്താം എന്നൊക്കെ ഒരു തോന്നലിലേക്ക് ആ സ്ത്രീയും കൂടെ എത്തി ഇനി എന്താ സംഭവിച്ചെന്ന് നോക്കിയേ അടുത്ത പാഠത്തിൽ നോക്കിയേ ആ സ്ത്രീയും നായം കൂടെ ഇരിക്കുന്നതാണ് പക്ഷെ ഇതിന്റെ സന്ദർഭം ഇപ്പോഴല്ല കേട്ടോ നമ്മൾ കഥയിലേക്ക് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ടുപേരുടെ കൂടെ ഈ ചിത്രം കാണിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകും നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് വരാം സമയം ബീതता गया उन दोनों की दोस्ती गहरी होती गई प्रोफेसर सुबह ट्रेन पकड़कर दफ्तर जाते और शाम को लौटकर हाची के साथ खेलते एक सुबह हाची भी प्रोफेसर के पीछे पीछे चलता हुआ स्टेशन पहुंच गया उनको बहुत अजीब लगा उन्होंने समझाना चाहा लेकिन हाची घर लौटने को राजी नहीं था आखिर प्रोफेसर खुद उसे घर तक छोड़कर आए दफ्तर देर से गए शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाची उनका इंतजार कर रहा है वो उनके साथ पैदल घर लौटा फिर तो यह रोज का सिलसिला बन गया हर सुबह हाची प्रोफेसर को छोड़ने स्टेशन तक जाता और शाम को उनके आने से पहले ही स्टेशन के बाहर बैठकर उनका इंतजार करने लगता फिर साथ साथ घर आता उछलते पुलकते നമുക്ക് ആശയത്തിലേക്ക് വരാം സമയം ബീത്തന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോവുക എന്നാണ് സമയം കടന്നുപോയി കാലം കുറെ കടന്നുപോയി ഉൻ ദോനോങ്കി ദോസ്തി ഗഹരി ഹോത്തി ഗയി അവർ തമ്മിലുള്ള ആ സൗഹൃദം വളരെ ആഴമുള്ളതായി തീർന്നു ദോസ്തി ഗഹരി ഹോത്തി ഗയി ഗഹരി എന്ന് പറഞ്ഞാൽ ആഴമുള്ളത് എന്നാണ് ഫ്രണ്ട്ഷിപ്പ് വളരെ ആഴമുള്ളതായി തീർന്നു प्रोफेसर सुबह ट्रेन पकड़कर दफ्तर जाते और शाम को लौटकर हाची के साथ खेलते എന്താണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് പ്രൊഫസർ എന്നും രാവിലെ ട്രെയിനിലാണ് ഓഫീസിലേക്ക് പോകുന്നത് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് ഹാച്ചിയുടെ കൂടെ എന്നും കളിക്കും അതായത് രണ്ടുപേരും കൂടെ പ്രൊഫസർ നടക്കാൻ പോകുന്ന വഴി ഹാച്ചിയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും കൂടെ നടക്കാൻ പോവുകയും കളിക്കുകയും ഒക്കെ ചെയ്യും एक सुबह हाची भी प्रोफेसर के पीछे पीछे चलता हुआ സ്റ്റേഷൻ पहुंच गया അങ്ങനെ ഒരു ദിവസം രാവിലെ എന്ത് സംഭവിച്ചു ഹാച്ചിയും പ്രൊഫസറിന്റെ പുറകെ നടന്ന് സ്റ്റേഷനിൽ എത്തിച്ചേരുകയാണ് റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിലാണ് പ്രൊഫസർ പോകുന്നത് അല്ലെ ജോലി സ്ഥലത്തേക്ക് അപ്പൊ ഹാച്ചിയും പ്രൊഫസറിന്റെ പുറകെ നടന്ന് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു ഉൻകോ ബഹുത് അജീബ് ലഗ പ്രൊഫസറിന് അത് അത്ര ഒരു ഇഷ്ടം തോന്നിയില്ല ഒരു വിചിത്രമായി തോന്നി നായ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് നല്ലതല്ലല്ലോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ കരുതി പ്രൊഫസർ എന്ത് ചെയ്തു അദ്ദേഹത്തിന് അതൊരു എന്താണ് ഇഷ്ടമില്ലായ്മ അജീബ് എന്ന് പറഞ്ഞാൽ വിചിത്രമായി തോന്നിയെന്നാണ് ഉനൊന്നെ സമച്ചാന ചാഹ അദ്ദേഹം ആ നായയെ ഒത്തിരി പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി ലേക്കിൻ ഹാച്ചി ഘർ ലൗട്ട്നേക്കോ രാജി നഹീത പക്ഷെ ഹാച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായില്ല ആഖിർ പ്രൊഫസർ ഖുദ് ഉസേ ഘർ തക് ചോഡ്കറായേ തന്നെത്താൻ പോകാനൊക്കെ പറഞ്ഞിട്ട് അവൻ പോയില്ല അവസാനം പ്രൊഫസർ എന്ത് ചെയ്തു ആ ട്രെയിനിൽ പോകാതെ അദ്ദേഹം സ്വയം ഈ നായയെ തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു ഓർ ദഫ്തർ ദേർച്ചകയെ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ട്രെയിൻ നഷ്ടപ്പെട്ടതാണ് അല്ലെ അപ്പൊ അദ്ദേഹം വീണ്ടും അടുത്ത ട്രെയിനൊക്കെ പിടിച്ച് ചെന്നപ്പോഴേക്ക് എന്ത് സംഭവിച്ചു ദഫ്തർ ദേർച്ചകയെ ഓഫീസിൽ താമസിച്ചാണ് പോയത് शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाची उनका इंतजार कर रहा है പക്ഷെ എന്താണ് സംഭവിച്ചത് വൈകുന്നേരം അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്
എന്നിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ കാണുന്നത്? അപ്നെ സ്റ്റേഷൻ കെ ഫാട്ടക് സെ നികലെ. അദ്ദേഹം സ്റ്റേഷനിലെ പുറത്തുള്ള ഗേറ്റിന് വെളിയിലേക്ക് ഇറങ്ങുന്നു. ഫാട്ടക് എന്ന് പറഞ്ഞാൽ ഗേറ്റ് എന്നാണ്. ഗേറ്റിന് വെളിയിലേക്ക് ഇറങ്ങുന്നു. തോ ദേഖ, അപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ബാഹർ സടക് പർ ഹാച്ചി ഉൻക ഇന്തസാർ കർ രഹാ ഹേ. പുറത്തെ വഴിയിൽ ഹാച്ചി അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. ഓ ഇൻകെ സാത്ത് സാത്ത് പൈതൽ ഘർ ലൗട്ട. പ്രൊഫസർ അവന്റെ കൂടെ നടന്ന് വീട്ടിലേക്ക് മടങ്ങി. ഫിർത്തോ റോസ് കാ സിൽസില ബൻ ഗയ. പിന്നെ അതൊരു പതിവുള്ള ഒരു ക്രമമായി തീർന്നു. അതായത് രാവിലെയും വൈകുന്നേരവും പ്രൊഫസറിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും. രാവിലെ കൊണ്ടുവിടും, വൈകുന്നേരം പ്രൊഫസർ വരുമ്പോൾ തിരികെ അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിലേക്ക് വരും. ഇതിങ്ങനെ ദിവസവും ഒരു പതിവുള്ള ഒരു ക്രമമായി തീർന്നു എന്നാണ്. പതിവായി തീർന്നു. രണ്ടുപേരും ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്നത്. ഹർ സുബഹ് ഹാച്ചി പ്രൊഫസർ കോ ചോടനെ സ്റ്റേഷൻ തക് ജാത്ത. ഓരോ ദിവസം രാവിലെ ഹാച്ചി പ്രൊഫസറിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടുന്നതിന് വേണ്ടി പോകും. और शाम को उनके आने से पहले ही स्टेशन के बाहर आकर उनका इंतजार करने लगता. അതുപോലെ വൈകുന്നേരം അദ്ദേഹം വരുന്നതിന് മുന്നേ തന്നെ സ്റ്റേഷന്റെ പുറത്ത് വന്ന് അവിടെ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങും. ഇന്തസാർ കർന എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക എന്നാണ്. ഫിർ സാത്ത് സാത്ത് ഘർ ആത്ത ഉച്ചലത്തെ പുലക്തെ. പിന്നെ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. അത് എങ്ങനെയാണ്? ഉച്ചലത്തെ പുളക്കത്തെ എന്ന് പറഞ്ഞാൽ ഉല്ലസിച്ചുകൊണ്ട് എന്നാണ്. ഉല്ലസിത് ഹോത്തേ ഹി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി രണ്ടുപേരും കൂടെ തിരിച്ച് നടന്ന് വീട്ടിലേക്ക് വരും. एक शाम हाची स्टेशन के बाहर बैठकर इंतजार कर रहा था. बहुत देर हो गई लेकिन प्रोफेसर लौटकर नहीं आए. रात हो गई, बर्फ गिरने लगी, पर न तो प्रोफेसर आए न ही हाची उस जगह से हिला. दरअसल उस दोपहर को दफ्तर में प्रोफेसर का निधन हो गया. अब उन्हें कभी नहीं लौटना था, लेकिन हाची को यह बात कैसे पता चल सकती थी? उसे तो बस इतना समझ आया कि उनका दोस्त इस जगह ट्रेन से उतरकर हर रोज उसके पास लौट आता था. आज नहीं लौटा है, हो सकता है थोड़ी देर के बाद आ जाए. എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. ഏക് ശാം ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ ഇന്തസാർ കർ രഹാ താ. പതിവ് പോലെ ഒരു വൈകുന്നേരം ഹാച്ചി സ്റ്റേഷന് പുറത്തിരുന്ന നമ്മുടെ പ്രൊഫസറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുത് ദേർ ഹോ ഗയി. അങ്ങനെ ഒത്തിരി സമയം കഴിഞ്ഞു. ലേക്കിൻ പ്രൊഫസർ ലൗട്ട്കർ നഹീമായ. പക്ഷെ പ്രൊഫസർ ഇതുവരെയും തിരികെ വന്നിട്ടില്ല. രാത്ത് ഹോ ഗയി. രാത്രിയായി. ബർഫ് ഗിർനെ ലഗി. മഞ്ഞ് വീഴാൻ തുടങ്ങി. പറഞ്ഞാത്തോ പ്രൊഫസറായി. പക്ഷെ ഇതുവരെ പ്രൊഫസർ വന്നില്ല. നാഹി ഹാച്ചി ഉസ് ജഗഹ് സെ ഹില. പ്രൊഫസർ വന്നില്ലെന്നോർത്ത് ഹാച്ചി വീട്ടിൽ പോകാൻ തയ്യാറായില്ല. നാഹി ഹാച്ചി ഉസ് ജഗഹ് സെ ഹില. ഹാച്ചി ആ ഇരുന്ന സ്ഥാനത്തുനിന്ന് അനങ്ങാൻ പോലും തയ്യാറായിട്ടില്ല. ദറസൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? ഉസ് ദൊപ്പഹർക്കോ ദഫ്തർമേം പ്രൊഫസർക്ക് നിധൻ ഹോ ഗയാ താ. അന്ന് ഉച്ച സമയത്ത് ഓഫീസിൽ വെച്ച് പ്രൊഫസർ പെട്ടെന്ന് മരിച്ചുപോയിരുന്നു. നിധൻ എന്ന് പറഞ്ഞാൽ മൃത്യു എന്നാണ്, മരണം എന്നാണ്. അങ്ങനെ ഉച്ചയ്ക്ക് പെട്ടെന്ന് പ്രൊഫസർ ഓഫീസിൽ വെച്ച് മരിച്ചുപോയിരുന്നു. അബുനേം കഭി നഹി ലൗട്ട്നാഥ. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് മടങ്ങി വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി അദ്ദേഹം പോയി. ഇനി ഒരിക്കലും അദ്ദേഹം ട്രെയിനിൽ മടങ്ങി വരില്ല. ലേക്കിൻ ഹാച്ചിക്കോ യഹ് ബാത് കൈസെ പതാ ചൽ സക്തി തീ. പക്ഷെ ഹാച്ചിക്ക് ഈ കാര്യം എങ്ങനെ മനസ്സിലാകാനാണ്? പ്രൊഫസർ തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഹാച്ചിക്ക് എങ്ങനെ മനസ്സിലാകാനാണ്? ഉസേ തോ ബസ് ഇത്തനാ സമച്ചായ. അവൻ ഇത്രയും മാത്രമേ അറിയത്തുള്ളൂ. എന്താണ്? ഉസ്കാ ദോസ്ത് ഇസ് ജഗഹ് ട്രെയിൻ സെ ഉതർക്കർ ഹർ റോജ് ഉസ്കെ പാസ് ലൗട്ട് ആഥ. അവന്റെ സുഹൃത്ത്, അവന്റെ ഫ്രണ്ട് ഈ ഇതേ സ്ഥലത്ത് ട്രെയിനിൽ നിന്നിറങ്ങി എല്ലാ ദിവസവും അവന്റെ അടുത്തേക്ക് മടങ്ങി വരുമായിരുന്നു. ഇതാണ് അവൻ അറിയാവുന്ന കാര്യം. ആദ്യ നഹീൻ ലൗട്ടാഹെ. പക്ഷെ ഇന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. ഈ കാര്യമാണ് ഹാച്ചിക്ക് അറിയാവുന്ന കാര്യം. ഓ സക്താഹെ ഥോടി ദേർ കെ ബാദ് ആജായേ. അവന്റെ പ്രതീക്ഷ എന്താണ്? ഒരു പക്ഷേ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, അല്പസമയം കഴിഞ്ഞ് വരുമായിരിക്കും. എന്തെങ്കിലും കാരണം കാണും താമസിക്കുന്നതിന്. അല്പസമയം കഴിഞ്ഞ് മടങ്ങി വരുമായിരിക്കും എന്നാണ് ആ നായ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. देर रात प्रोफेसर के परिजन उसे जबरन घर ले आए, लेकिन अगली सुबह हाची फिर उसी जगह आकर बैठ गया. उसे विश्वास था कि प्रोफेसर रोज की तरह स्टेशन के उस दरवाजे से निकल कर आएंगे, उससे प्यार करेंगे और फिर वे दोनों खेलते टहलते घर लौटेंगे. वह रोज सुबह स्टेशन के बाहर उसी जगह बैठ जाता और देर रात घर लौट आता. എന്താണ് സംഭവിച്ചത്? ദേർ രാത്ത് പ്രൊഫസർക്ക് പരിജൻ ഉസെ ജബറൻ ഘർ ലേ ആയേ. ഒത്തിരി രാത്രിയായിട്ടും പ്രൊഫസറിന്റെ മൃതദേഹമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കാണും അല്ലേ. പക്ഷെ ആ തിരക്കിനിടയിൽ
പോലും അവരെ നായയുടെ കാര്യം ഓർത്തു എന്നുള്ളതാണ്. പ്രൊഫസറിന്റെ കുടുംബാംഗങ്ങള് ഒത്തിരി രാത്രിയായപ്പോൾ ഇവനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇവൻ പോകാൻ തയ്യാറല്ലായിരുന്നു. ബലമായിട്ട് അവനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവാണ്. ജബരൻ എന്ന് പറഞ്ഞാൽ ബലപൂർവം എന്നാണ്. ബലമായിട്ട് അവനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ലേക്കിൻ അകലി സുബഹ് ഹാച്ചി ഫിർ ഉസി ജഗഹ് ആക്കർ ബൈഠ് ഗയ. പക്ഷെ അടുത്ത ദിവസം രാവിലെ തന്നെ ഹാച്ചി വീണ്ടും അതേ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഉസെ വിശ്വാസ് था कि प्रोफेसर रोज की तरह സ്റ്റേഷൻ के उस दरवाजे से निकल कर आएंगे. അവന്റെ വിശ്വാസം എന്താണ്? പ്രൊഫസർ എന്നത്തെയും പോലെ സ്റ്റേഷനിലെ ആ വാതിലിൽ കൂടെ പുറത്തേക്ക് വരും. എന്നും വരുന്ന ആ വാതിലിൽ കൂടെ പ്രൊഫസർ പുറത്തേക്ക് വരും എന്നാണ് ആ നായയുടെ വിശ്വാസം. ഉസത്തെ പ്യാർ കരയെങ്കിൽ എന്നാ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ടുപേരൂടെ വളരെ ആർത്തുല്ലസിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത് അല്ലെ, വളരെ സ്നേഹത്തോടെ. അപ്പൊ ഉസത്തെ പ്യാർ കരയെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് അവന് സ്നേഹം കൊടുക്കും. അവർ ഫിർ വേ ദോനോം കേൾത്തെ ടഹൽത്തെ ഘർ ലൗട്ടെങ്കിൽ പിന്നെ അവർ രണ്ടുപേരും കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉലാത്തിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. വഹ് രോജ് സുബഹ് സ്റ്റേഷൻ കെ ബാഹർ ഉസി ജഗഹ് ബൈഠ് ജാത്ത അവർ ദേർ രാത് ഘർ ലൗട്ടാത്ത. എന്നും രാവിലെ ഇവൻ എന്ത് ചെയ്യും? വഹ് രോജ് സുബഹ് സ്റ്റേഷൻ കെ ബാഹർ ഉസി ജഗഹ് ബൈഠ് ജാത്ത. എന്നും രാവിലെ പോയി സ്റ്റേഷന്റെ പുറത്ത് ആ പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് പോയി ഇരിക്കും. അവർ ദേർ രാത് ഘർ ലൗട്ടാത്ത. വൈകുന്നേരം രാത്രി വരെ ഇരിക്കും. വളരെ രാത്രിയായിട്ടും പ്രൊഫസറിനെ കാണാത്തപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരും. कुछ समय बाद प्रोफेसर की पत्नी ने मकान बेच दिया और दूसरे शहर चली गई. वो अपने साथ हाची कॉफी लेती गई थी, लेकिन हाची वहां से भाग आया और स्टेशन के बाहर ठीक उसी जगह पर बैठकर फिर से इंतजार करने लगा. स्टेशन के आसपास लोग उसे पहचानते थे. वे लोग हाची को खाना खिला देते. वो दिन भर स्टेशन को देखता रहता. ट्रेन आती तो उछक उछक कर अपने प्रोफेसर को खोजा करता. रात होती फिर चुगाकर वह यार्ड में सोने चला जाता. കാലം കുറേ കടന്നുപോയി. കുറേയധികം സംഭവങ്ങൾ വീണ്ടും വീട്ടിലുണ്ടായി. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുछ समय बाद प्रोफेसर की पत्नी ने मकान बेच दिया. പ്രൊഫസർ മരിച്ച് കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയെ അവരുടെ വീട് വിൽക്കുകയാണ്. മകാൻ ബേച്ച് ദിയ. മകാൻ വീട് കെട്ടിടം ബേച്ചെന്ന് പറഞ്ഞാൽ വിൽക്കുക. വീട് വിൽക്കുന്നു. അവർ ദൂസരെ ശഹർ ചലികെ. വിട്ടിട്ട് അവർ വേറൊരു പട്ടണത്തിലേക്ക് താമസം മാറി. ഓ അപ്നെ സാത്ത് ഹാച്ചി കോഫി ലേറ്റികെ. പോകുന്ന സമയത്ത് പ്രൊഫസർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നായയായിരുന്നു അല്ലേ, അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കാൻ അവർക്ക് മനസ്സൊന്നുമില്ല. അവര് ഹാച്ചിയും കൂട്ടിക്കൊണ്ടാണ് ആ പട്ടണത്തിലേക്ക് പോകുന്നത്. ഹാച്ചി കോഫി ലേത്തി ഗയി थी. ഹാച്ചിയും കൂട്ടിക്കൊണ്ട് പോവാണ്. ലേക്കിൻ ഹാച്ചി വഹാം സെ ഭാഗായ. പക്ഷെ ഹാച്ചി എന്താ ചെയ്തത്? അവിടുന്ന് തിരികെ വന്നു. അവർ സ്റ്റേഷൻ കെ ബാഹർ ठीक उसी जगह पर बैठकर फिर से इंतजार करने लगा. വീണ്ടും സ്റ്റേഷനില് അവൻ എവിടെയാണ് പ്രൊഫസറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അതേ സ്ഥലത്ത് വന്ന് വീണ്ടും അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കാൻ തുടങ്ങി. സ്റ്റേഷൻ കെ ആസ്പാസ് ലോഗ് ഉസെ പഹചാൻതേ തെ. ആ സ്റ്റേഷന് ചുറ്റുവട്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ നായയെ അറിയാമായിരുന്നു. നേരത്തെ തന്നെ പ്രൊഫസറിന്റെ കൂടെ വരുന്നതും പോകുന്നതും അവര് കണ്ടിട്ടുണ്ട്. അപ്പൊ ചുറ്റുവട്ടമുള്ളവർക്കൊക്കെ ഈ നായയെ തിരിച്ചറിയാമായിരുന്നു. ഈ ലോഗ് ഹാച്ചിക്കോ ഖാന ഖിലാദേത്തെ. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയും കൂടെ വീട് വിറ്റ് പോയ കാര്യം അവർക്കറിയാം. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ നായക്ക് തീറ്റ കൊടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ചുറ്റുവട്ടമുള്ളവര് ഇവന് ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഓ ദിൻ ഫർ സ്റ്റേഷൻ കോ ദേഖ്താ രഹത്ത. ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ദിവസം മുഴുവൻ അവനിങ്ങനെ സ്റ്റേഷനില് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ട്രെയിൻ ആത്തിത്തോ ഉച്ചക് ഉച്ചക്കർ അപ്നെ പ്രൊഫസർക്കോ ഖോജ കർത്ത. ട്രെയിൻ ഓരോ സമയം ട്രെയിൻ വരുമ്പോൾ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും? ചാടി എഴുന്നേറ്റ് ചെന്ന് പ്രൊഫസറിനെ നോക്കും. അതായത് കിടന്നുറങ്ങുകയായിരിക്കും. പക്ഷെ ട്രെയിനിന്റെ ഒച്ച കേട്ടാൽ അന്നേരം തന്നെ ചാടി എഴുന്നേറ്റ് പ്രൊഫസർ വരുന്നുണ്ടോന്ന് അറിയാനായിട്ട് പോയി അന്വേഷിക്കുകയാണ്. രാത് ഹോത്തി ഫിർ ചുഗാക്കർ വഹിയാടുമേ സോനെ ചലാജാത്ത. രാത്രിയാകുമ്പോഴേക്കും അവന് ഭയങ്കര സങ്കടമാകും. ഇതുവരെയും വന്നില്ലല്ലോ എന്നോർത്തിട്ട് സങ്കടമാകും. അപ്പൊ അവൻ തലയും കുനിച്ച് ആ റെയിൽവേ സ്റ്റേഷന് പുറംവശത്തായിട്ട് ഒരു പുൽമേടുണ്ട്. ആ പുൽമേടില് പോയി കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. യാർഡ് എന്ന് പറഞ്ഞാൽ പുൽമേടെന്നാണ്. അങ്ങനെ പോയി കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने तक हाची ठीक उसी जगह अपने प्रोफेसर का इंतजार करता रहा, जिसे एक सुबह उसने ट्रेन में बिठाकर विदा किया था, लेकिन जो फिर कभी लौट कर नहीं आया.
सर्दी गर्मी बरसात बर्फ हाची को इन सबसे कोई फर्क नहीं पड़ा. വീണ്ടും കാലം കടന്നു പോവുകയാണ്. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने. 1 വർഷം 2 വർഷം 3 വർഷം ഇങ്ങനെ വർഷങ്ങൾ കടന്നേ പോയിക്കൊണ്ടിരുന്നു. 9 വർഷമായി 9 മാസവുമായി. 9 വർഷവും 9 മാസവും. അത്രയും കാലം ഹാച്ചി എന്ത് ചെയ്തു? ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा. എന്നും പോയിരിക്കുന്ന അതേ സ്ഥലത്ത് ചെന്നിരുന്ന പ്രൊഫസറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിസെ ഏക് സുബഹ് ഉസ്നെ ട്രെയിൻ മേ ബിഠാക്കർ വിദാ കിയാ ഥാ. അദ്ദേഹത്തെ അവൻ ഒരു ദിവസം ട്രെയിനിൽ ഇരുത്തി അയച്ചതാണ്, ഓഫീസിലേക്ക് അയച്ചതാണ് അല്ലെ. വിദാ കർണ എന്ന് പറഞ്ഞാൽ വിട പറയുക എന്നാണ്, വിട പറഞ്ഞതാണ്. അതായത് വൈകുന്നേരം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് രാവിലെ ട്രെയിനിൽ കയറ്റി വിട പറഞ്ഞത്. ലേക്കിൻ ജോ ഫിർ കഭി ലൗട്ട് കർ നഹി ആയ. പക്ഷെ അദ്ദേഹം പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. സർദി ഗർമി ബർസാത് ബർഫ് ഹച്ചി ഇൻ സബ്സെ കോയി ഫർക്ക് നഹി പടാ. ആ കാലം ഇങ്ങനെ പോകുമ്പോൾ ഓരോ വർഷവും തണുപ്പ് കാലം ഉണ്ടാകും, വേനൽക്കാലം ഉണ്ടാകും, മഴക്കാലം ഉണ്ടാകും, മഞ്ഞുകാലം ഉണ്ടാകും അല്ലെ. ഹാച്ചിക്കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹി പടാ. ഹാച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. കനത്ത ചൂടിലും കനത്ത മഞ്ഞ് വീഴുമ്പോഴും നല്ല മഴയത്തും ഒക്കെ അതൊന്നും അവനെ ബാധിച്ചില്ല. എല്ലാം അവൻ ഒരുപോലെ, അവന് യാതൊരു വ്യത്യാസമില്ലാതെ ഈ പ്രൊഫസറിനെ ഇങ്ങനെ കാത്തുകൊണ്ടേയിരുന്നു. बीच में कभी किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती तो वह हाथी के साथ सड़क पर बैठकर रोती रहती और शायद उस मूक जानवर के प्रेम समर्पण व प्रतीक्षा पर अजरज करती. समय के साथ हाथी बूढ़ा हो गया लेकिन उसने इंतजार करना नहीं छोड़ा. 1935 में उसी जगह बैठे बैठे उसने दम तोड़ दिया. उस समय बर्फ गिर रही थी. मरे हुए हाथी की खुली आंखों को जैसे अब भी इंतजार था. ഇനി ഹാച്ചിയുടെ അന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇനി പറയുന്നത്. बीच में कभी किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती. ഇടയ്ക്കിടയ്ക്ക് ചില വർഷങ്ങളിൽ കഭി കിസി ബരസ് പ്രൊഫസർ കി പത്നി അപ്പനെ പതി കി ഖബ്ർ പർ ഫൂൽ ചടാനെ ആ ജാത്തി. തന്റെ ഭർത്താവിന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്താനായിട്ട് പ്രൊഫസറിന്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചില വർഷങ്ങളിൽ വരും. വരുമ്പോൾ എന്ത് ചെയ്യും? അവര് ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഹാച്ചിയെ കാണും. തബ് വഹ് ഹാച്ചി കെ സാത്ത് സടക്ക് പർ ബൈഠ്കർ രോത്തി രഹത്തി. ഹാച്ചിയുടെ അടുത്ത് ചെന്ന് ആ വഴിയിലിരുന്ന് അവര് കുറെ സമയം കരഞ്ഞുകൊണ്ടേയിരിക്കും. ചിത്രം കണ്ടില്ലായിരുന്നു നമ്മള്? ഇപ്പൊ ഈ ചിത്രം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, കണ്ടോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവര് ഹാച്ചിയുടെ കൂടെ ആ വഴിയിൽ ചെന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ശായദ് ഉസ് മൂക ജാൻവർ കെ പ്രേം സമർപ്പൺ വ പ്രതീക്ഷ പർ ആചരിച്ചു കർത്തി. ഒരുപക്ഷെ ഈ നിശബ്ദനായ ഈ ജീവിയുടെ സ്നേഹം അല്ലെങ്കിൽ സമർപ്പണം അല്ലെങ്കിൽ അവന്റെ പ്രതീക്ഷ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടിരുന്നവര്. അത്രയ്ക്കും ഒരു എന്താണ്, മൃഗം മനുഷ്യരെ സ്നേഹിക്കുമോ എന്നോർത്ത് ഈ സ്ത്രീ വളരെയധികം ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. അവര് പോലും അവരുടെ ഭർത്താവിന്റെ താമസിച്ചിരുന്ന ഭവനം വിറ്റതിന് ശേഷം വേറൊരു പട്ടണത്തിലേക്ക് പോയി. പക്ഷെ ഈ നായ ഇന്നും ആ പ്രൊഫസറെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ആ നായയുടെ ആ സമർപ്പണ ഭാവനയും ആ പ്രതീക്ഷയും കാണുമ്പോൾ അവർക്ക് വളരെയധികം അത്ഭുതവും ആശ്ചര്യവും തോന്നിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സമയക്കെ സദ് ഹാച്ചി ബൂട്ടാ ഹോഗയ. അങ്ങനെ 9 വർഷം കഴിയുമ്പോൾ നമുക്കറിയാം നായയുടെ ആയുസ് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് 15-20 വർഷമൊക്കെയാണ് സാധാരണ അല്ലേ. അപ്പൊ ഹാച്ചിയും വൃദ്ധനായി. ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർണ നഹീം ചോട. അത്ര പ്രായമായിട്ട് പോലും അവൻ പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു ഇരിപ്പ് അത് ഉപേക്ഷിക്കാൻ അവന് മനസ്സ് വന്നില്ല. ഇന്തസാർ കർണ നഹീം ചോട. അവന്റെ പ്രതീക്ഷ അവൻ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. എന്ത് സംഭവിച്ചു? 1935 में उसी जगह बैठे बैठे उसने दम तोड़ दिया. 1935 അതേ സ്ഥലത്തിരുന്ന് അവൻ ജീവൻ വെടിഞ്ഞു. ദം തോടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിശ്വാസം വലിക്കുക എന്നാണ്. അപ്പൊ അതേ സ്ഥലത്തിരുന്നുകൊണ്ടാണ് അവൻ ഏത് സ്ഥലത്താണോ ചെന്നിരുന്ന് പ്രൊഫസറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അതേ സ്ഥലത്തിരുന്ന് അവൻ ജീവൻ വെടിഞ്ഞു. ഉസ് സമയം ബർഫ് ഗിർ രഹി തി. ആ സമയം നല്ല മഞ്ഞുകാലമായിരുന്നു, മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ അവൻ ആ സ്ഥലം പോലും മാറിയിരുന്നിട്ടില്ല ആ സമയത്തും. മരേ ഹുയെ ഹാച്ചിക്ക് ഖുലി ആംഖോങ്കോ ജയ്സെ അബുഹി ഇന്ദസാർത്ഥ. ആ മരിച്ചു കിടക്കുന്ന നായയെ കണ്ടാൽ അവന്റെ കണ്ണ് തുറന്നാണ് കിടന്നത്. മരേ ഹുയെ ഹാച്ചിക്ക് ഖുലി ആംഖോങ്കോ. മരിച്ചു കിടന്ന ആ ഹാച്ചിയുടെ തുറന്ന കണ്ണുകൾക്ക് ജയ്സെ അബുഹി ഇന്ദസാർത്ഥ. ആ കണ്ണുകളിൽ നോക്കിയാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇപ്പോഴും ആ കണ്ണുകളിൽ പ്രതീക്ഷയുണ്ട്. അതാണ് ആ കണ്ണുകളിൽ കാണാൻ സാധിച്ചിരുന്നത്.
അവിടെ 2 ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്. സർദി ഗർമി ബർസാത് ബർഫ് ഹാച്ചി കി ഇൻ സബ്സെ കോയി ഫർക്ക് നഹീം പടാ ഇസ്സെ ക്യാ താല്പര്യ ഹെ. തണുപ്പ്, ചൂട്, മഴ, മഞ്ഞ് ഈ കാലാവസ്ഥകളൊന്നും ഹാച്ചിയെ ബാധിച്ചില്ല. ഈ കാലാവസ്ഥകൾ തമ്മിൽ അവന് ഒരു വ്യത്യാസവും തോന്നിയില്ല. ഇസ്സെ ക്യാ താല്പര്യ ഹെ, ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഫസറോടുള്ള സ്നേഹം എന്ത് സഹനത്തിനും അവനെ തയ്യാറാക്കി എന്നുള്ളതാണ് അല്ലെ. അവന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല, ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, തന്റെ സ്നേഹിതനെ കാണണം. അപ്പൊ അതിനിടയിൽ വന്ന തടസ്സങ്ങളെയൊന്നും അവൻ കാര്യമാക്കിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് യഥാർത്ഥ സ്നേഹമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പിന്നീട് തരാം. മരെ ഹുയെ ഹാച്ചിക്ക് കുലിയ ആംഖോങ്കോ ജയ്സെ അബുഹി ഇന്ദ്രസാർത്ഥ വിചാർക്കരെ. മരിച്ചു കിടന്ന ആ ഹാച്ചിയുടെ കണ്ണുകളിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കൂ. വിചാർക്കരെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര കണ്ട് പ്രൊഫസറെ ഈ നായ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ. ഹാച്ചിക്ക് സ്മൃതി മേ സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത ഹെ. ഹാച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്റ്റേഷന്റെ പുറത്ത് അവന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ സ്റ്റേഷന്റെ ചിത്രവും നായ പ്രവേശിച്ചിരിക്കുന്ന സ്റ്റേഷന്റെ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയ കുട്ടികളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായി അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാൻ ഓർക്കുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സഹകരണത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ മേരിക്കുട്ടി ടീച്ചർ.